ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാൻ? പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽ. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഹലോ, ഇന്ന് എൻ്റെ കൂടെയുള്ള പുതിയ കഥാപാത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അനക്ക എൻ്റെ ഫ്രണ്ടും സിസ്റ്ററൊക്കെ തന്നെയാണ്. ആൻഡ് ഞങ്ങൾ ഇന്ന് ജയലക്ഷ്മിക്ക് ഓപ്പോസിറ്റുള്ള തൃശ്ശൂർ ജയലക്ഷ്മിക്ക് ഓപ്പോസിറ്റുള്ള DIYയിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 ഫ്ലോറിലും ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ പൂക്കി ഐറ്റംസ് ആയിരുന്നു ഫുള്ള്. പണ്ട് നമ്മളൊക്കെ സ്കൂളിലേക്ക് പോയിരുന്ന കാലത്തൊക്കെ കഴുത്തികൊണ്ടിരുന്ന വാട്ടർ ബോട്ടില്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വാങ്ങിയ 7-അപ്പോ കോളയോ മാൻഡോ ഒക്കെ കുപ്പിയായിരിക്കും മെയിൻ ആയിട്ട് ക്ലാസ്സിൽ മൊത്തം താരം. പക്ഷെ ഇപ്പൊ ഫുൾ സ്റ്റൈലും ട്രെൻഡൊക്കെ മാറി കൊറിയൻ ടൈപ്പാണ്. ഇപ്പൊ സ്ട്രോ വെച്ചിട്ടുള്ള ബോട്ടിലാണ് മെയിൻ. ആ സ്ട്രോ വളഞ്ഞത് തിരിഞ്ഞതും അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ്. അവിടെ ആ ഒരു റോലായിരുന്നു മെയിൻ ആയിട്ട് തിരക്ക് തന്നെ ഉണ്ടായിരുന്നത്. റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇയറിങ്സ്, നെക്ലസ്, റിങ്സ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കുട്ടി ബോക്സ്. അതവിടെ പല ഷെയ്ഡിലും ഡിസൈനിലും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ സെറ്റ് ചെയ്യണ ബോക്സ് മാത്രം പോരല്ലോ, അതിൽ വെക്കാൻ വല്ലതും വേണ്ടേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കുറച്ച് സമയം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇവിടേക്ക് പോയാൽ മതി. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റക്കായി പോവും. വേഗം ഓടിപ്പോയി വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവം നടക്കില്ല. അതുകൊണ്ട് സമയം കയ്യിൽ പിടിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും ഇതുപോലെ ബട്ടർഫ്ലൈ ക്ലിപ്പിനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരോ ഫ്രണ്ട്സോ ലവേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടുന്ന് വാങ്ങിക്കാം. അതിനൊരു സെക്ഷൻ, ഒരു ഏരിയ മൊത്തമായിട്ട് ബട്ടർഫ്ലൈ ക്ലിപ്സ് ആണുള്ളത്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഫുൾ ഗേൾസിൻ്റെ ആക്സസറീസ് ആണല്ലോ, ഇതിപ്പോൾ DIY എന്ന് പറയണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഞാൻ ഗേളായതുകൊണ്ട് കൂടുതൽ ഗേളി ഐറ്റംസിൽ ഫോക്കസ്ഡ് ആയെന്ന് മാത്രം. ഇവിടെ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള ടോയ്സും സോഫ്റ്റ് ടോയ്സും പിന്നെ കുറേ മിനിയേച്ചർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ റൂമോ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളും പിന്നെ ഫ്ലവർ പോട്ട്സ്, ഫ്ലവർ വെയ്സ് അതൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പെന്നായിരുന്നു എനിക്ക് കുറേ കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നിയത്. ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഇട്ടത് ഒരു വെറൈറ്റി ആയിട്ടായിരുന്നു. അതുപോലെ പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള ഐറ്റംസും അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഒരു ഫ്ലോറിൽ അറേഞ്ച്ഡ് ആയിട്ടുണ്ട്. പിന്നെ അവിടെ കുട്ടി ബുക്കുകൾ ഉണ്ടായിരുന്നു. കുട്ടി ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ബുക്കുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ പോരാളിയുടെ ബുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ പറ്റി, സിസ്റ്ററെ പറ്റി, ഫ്രണ്ട്സിനെ പറ്റി, ലവേഴ്സിനെ പറ്റി അങ്ങനെ ഓരോരോ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് കുഞ്ഞു മിനിയേച്ചർ ഫോമിൽ, അതുപോലെ തന്നെ ടീച്ചേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആൻസർ ഷീറ്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റാറും ഗുഡൊക്കെ എഴുതണതിന് പകരമായിട്ട് ജസ്റ്റ് നമുക്കിങ്ങനെ സീല് വെക്കുന്ന തരത്തിൽ ഗുക്കേഴ്സും ഒക്കെ ഒരു അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി നല്ലൊരു സ്റ്റോറായിരുന്നു. ഇതുവരെയും പോവാത്തവരെ എന്തായാലും പോകണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ സമയം കയ്യിൽ പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻറ്റോ സ്കൂൾ സ്റ്റുഡൻറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇപ്പം ഇതിൽ ഏത് വാങ്ങിക്കണം എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾ ഇതുപോലെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് പോയത്. ഞങ്ങളും കുറേ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.